ഹലോ ഗായ്സ്, അപ്പോൾ പതിവ് പോലെ തന്നെ ഇച്ചുവിനെ ഇതാ അങ്കൻവാടി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇവർ 2 പിള്ളേർ മാത്രമേ വന്നിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ പോകുമ്പോഴേക്ക് പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് നിരങ്ങപ്പെട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനെയും കൂട്ടിയിട്ടൊന്ന് ആശുപത്രിയിൽ പോകണം ഏട്ടൻ്റെ ഒന്നിച്ച്. അതുകൊണ്ടാണ് ഇച്ചുവിനെ ഇന്ന് അങ്കൻവാടിയിലാക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഇല്ലെങ്കിൽ എന്തായാലും ആശുപത്രി കൂട്ടിയിട്ട് പോയേനെ. പക്ഷേ ആശുപത്രിയിൽ ഇവനെയും കൂട്ടി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് കണ്ടതുകൊണ്ട് ഇച്ചുവിനെ അംഗൻവാടിയിലാക്കി നേരെ നമ്മൾ ആശുപത്രിയിലോട്ട് പോവാണ്. ഞാൻ വിചാരിച്ചു ഇച്ചു കരഞ്ഞ് കുഴപ്പമാക്കിയിട്ട് അംഗൻവാടിയിൽ ഇരിക്കൂലെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ, അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ ഒരു ജ്യൂസ് കുടിച്ചു. കാരണം മറ്റേ നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ പോയി ടോക്കൺ എടുത്തു. ഈ എൻഡീനെ കാണിക്കാനാണ് പോയിരിക്കുന്നത്. ഏട്ടന് ചെവി വേദനയൊക്കെ ആയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കാണിച്ചതാണ്, പക്ഷെ മാറിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് കയറിയിട്ടുണ്ട്. ഇച്ചുവിനെ കൂട്ടാത്തത് എന്തുകൊണ്ടും ഭാഗ്യമായെന്ന് വിചാരിക്കുന്നു. കാരണം 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഡോക്ടറെ കാണിക്കാൻ എല്ലാവരും വേഗം കയറിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങും, കുറേ ടൈം എടുക്കും. പക്ഷെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങും. അതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഗുളികയൊക്കെ മേടിച്ച് നമ്മൾ നേരെ തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വള എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അങ്ങനെ കൈയൊക്കെ കഴുകി നമ്മുടെ ബിരിയാണിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണി മുമ്പിൽ എത്തിയിട്ടുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞ ഒരു വികാരമാണ് ഗൈസ്. എന്താണോ എന്തോ, അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മസാലയൊക്കെ കുറച്ച് നല്ലൊരു ബിരിയാണി അങ്ങോട്ട് പറഞ്ഞു. അതിൻ്റെ കൂടെ പച്ചടിയും അച്ചാറും ഒക്കെ ഉണ്ട്. ബീട്രൂട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ മുഴുവനും തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിന്ന് കഴിയുമ്പോഴേക്കും ഒരു ഉന്മേഷമായി, വയറങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് നിറഞ്ഞു. പിന്നെ വേഗം പോയി കൈയൊക്കെ കഴുകി നേരെ വീട്ടിലോട്ടാണ്. ഇനി ഇച്ചുവിനെയും കൂട്ടിയിട്ട് അവനെയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം. ഇല്ലെങ്കിൽ ആൾക്ക് ചെറിയ വിഷമം.